മുഖ്യമന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞു. അല്പനിമിഷങ്ങൾക്കകം 10 മണിയാകുമ്പോൾ കലോത്സവ നഗരിയിൽ ആശ്രമ മൈതാനത്താണ് പ്രധാനപ്പെട്ട വേദി. അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതിനുശേഷം ഗ്ലാമർ ഇനങ്ങൾ വിവിധ വേദികളിൽ ആരംഭിക്കും. മോഹിനിയാട്ടമാണ് മെയിൻ വേദിയിൽ ആരംഭിക്കുക. മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേദിയിൽ മംഗലം കളി നടക്കുകയാണ്. പ്രധാനപ്പെട്ട വേദിയിലായിരിക്കും ഉദ്ഘാടന സമ്മേളനം. ആശ്രമ മൈതാനത്താണ്. ഏതാണ്ട് 14,000 പ്രതിഭകൾ പങ്കെടുക്കുന്ന ഈ പരിപാടി അരങ്ങേറുക. കലയുടെ മാമാങ്കത്തിന് കൊല്ലത്ത് 10 മണിക്ക് തിരശ്ശീല ഉയരും. അനുജ രാജേഷ് വിവരങ്ങളുമായി ചേരും. അനുജ, പറയൂ. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്, മന്ത്രിമാരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ചില കലാപ്രകടനങ്ങൾ നടക്കുകയാണ്. നേരത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു കലാപ്രകടനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് കാസർഗോഡ് നിന്നുള്ള ഗോത്ര കലാരൂപമാണ്, മംഗലം കളി എന്ന കലാരൂപം. ഒരുപക്ഷെ അടുത്ത വർഷം വിശദമായി ഈ പരിപാടികളുടെയൊക്കെ മാനുവൽ പരിഷ്കരണം ഉണ്ടാകും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോത്ര വിഭാഗങ്ങളൊക്കെ മത്സര ഇനമായി തന്നെ ഉൾപ്പെടുത്തും എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാകാം ഒരുപക്ഷെ ഇത്തരത്തിലേക്കൊരു കലാരൂപം ഇവിടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം ആശാശരത്തിൻ്റെ ഒരു നൃത്താവിഷ്കാരമുണ്ട്, സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം. ആശാശരത്തും കുട്ടികളും, നേരത്തെ ആശാശരത്ത് നമ്മളോട് സംസാരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച്. ആ പരിപാടിക്കൊക്കെ ശേഷമാണ് കൃത്യം 10 മണിക്ക് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്
അരങ്ങുണരുകയായി. ഇനി വരുന്ന 5 നാളുകൾ ഈ കൊല്ലം നഗരത്തിലെ 24 വേദികളിൽ കലാപൂരമാണ് നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ പ്രധാന വേദി ആശ്രാമ മൈതാനത്താണ്. ആശ്രാമ മൈതാനത്തുള്ള പ്രധാന വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയം മുൻപ് മുഖ്യമന്ത്രി എത്തി, മന്ത്രിമാരുണ്ട്, MP ഉണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഈ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം ഉദ്ഘാടന ചടങ്ങ് അധ്യക്ഷനാകുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി ജെ ചിഞ്ചുറാണിയുണ്ട്, KN ബാലഗോപാലുണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്, മന്ത്രി കെ രാജൻ, അങ്ങനെ അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ MP, ഇവരെല്ലാവരും ഇവിടെയുണ്ട്. നിഖില വിമൽ മുഖ്യാതിഥിയായും പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ കലാപരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കാനായി എത്തിയിട്ടുണ്ട്. SK അനുജ, ഈ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ഈ കലാപരിപാടികൾ ആരംഭിക്കുക? മത്സരങ്ങൾ, റിയൽ മത്സരങ്ങൾ ആരംഭിക്കുക? മോഹിനിയാട്ടമാണോ ഈ വേദിയിൽ ആദ്യം തുടങ്ങുക? അതെ, ഇന്നിപ്പോൾ ഗ്ലാമർ ഇനങ്ങൾ തന്നെ ആദ്യ ദിവസമുണ്ട് എന്നുള്ളതാണ്. 11 മണിക്ക് തന്നെ പ്രധാന വേദിയിൽ, ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിയിൽ മോഹിനിയാട്ടം മത്സരങ്ങൾ ആരംഭിക്കും. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവ വിവിധ വേദികളിലായി നടക്കുന്നുണ്ട്. സംഘനൃത്തമുണ്ട്, അതുപോലെ മാർഗം കളിയുണ്ട്, കൂടാതെ മറ്റു ചില അറവനമുട്ട് പോലെയൊക്കെയുള്ള ചില മത്സര ഇനങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഗ്ലാമർ ഇനങ്ങളോടെ തുടക്കം എന്നുള്ളതാണ് 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്. 11 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ചില അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൈകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാ കലോത്സവത്തിലും നമ്മൾ കാണുന്നത് പോലെ ഇക്കുറിയും അതിനൊക്കെയുള്ള സാധ്യതയുണ്ടാകാം. പക്ഷേ ആദ്യം തന്നെ മോഹിനിയാട്ടം എന്നുള്ളതാണ്. 24 ഈ എല്ലാ മത്സരങ്ങളിലും അത് അപ്പോൾ തന്നെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ, അതുപോലെ വിജയികളാകുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയും അവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. നമ്മളുടെ പവലിയൻ ഉദ്ഘാടനം ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയും KN ബാലഗോപാലും ചേർന്ന് നിർവഹിച്ചിരുന്നു. ഇനി നമ്മുടെ TTS സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമുണ്ട്. അങ്ങനെ നമ്മളും സജ്ജരാണ്. SK പ്രേക്ഷകരെ, എന്തായാലും അടുത്ത 8-ാം തീയതി വരെ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങ് തകർക്കും. കൊല്ലത്തെ ആശ്രമ മൈതാനത്താണ് കൊല്ലത്തെ വിവിധ വേദികളിലാണ് മത്സരം നടക്കുക. പ്രവിത ലക്ഷ്മി കൂടി നമുക്കൊപ്പം തീരുന്നു. സംസ്ഥാന സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ മുഖ്യ വേദിയിലാണ് പ്രവിത ഉള്ളത്. പ്രവിത, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? SK, അല്പസമയം മുൻപാണ് ഇവിടെ കാസർഗോഡ് നിന്നുള്ള കുട്ടികൾ അവതരിപ്പിച്ച മംഗലം കളി അവസാനിച്ചത്. ഇനി എനിക്ക് തോന്നുന്നു ആശാ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്താവിഷ്കാരമായിരിക്കും ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത്. പൊതുവെ ഈ തെക്കൻ കേരളത്തിലേക്ക് കലോത്സവം വരുമ്പോൾ ഒരു വലിയ ആക്ഷേപം ഉണ്ടാകാറുണ്ട്. കൂടുതൽ ഈ കാണികൾ എത്താറില്ല, ജനപങ്കാളിത്തം ഉണ്ടാവാറില്ല. പക്ഷേ അതിനെയൊക്കെ തെറ്റിക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ ഈ നിറഞ്ഞ വേദിയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതേ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ 24ന്റെ പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നുണ്ടാകും. ഒരു കസേര പോലും നമുക്ക് ഇരിക്കാൻ കിട്ടുന്ന രീതിയിൽ അത്രത്തോളം ജനപങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. SKN 16 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ജില്ലയിലേക്ക് കലോത്സവം എത്തുമ്പോൾ ഇവിടേക്ക് ഈ കലോത്സവ നഗരിയിലേക്ക് കൊല്ലംകാർ ഒഴുകിയെത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിലുള്ള കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത്. ഒപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങിനായി കലാകാരിയും നർത്തകി കൂടിയാണ് നിഖില വിമലും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം മന്ത്രിമാരുണ്ട്, ജെ ചിഞ്ചുറാണി, ഒപ്പം തന്നെ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെയുണ്ട്. ഗണേഷ് കുമാർ ഉണ്ട്, ഒപ്പം മുകേഷ് MLA ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഉദ്ഘാടനം ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികൾ അവതരിപ്പിക്കുന്ന ഭരതനാട്യ മത്സരമായിരിക്കും ഇവിടെ ആരംഭിക്കുക. അതിനുശേഷം സംഘനൃത്തമുണ്ട്. ഈ 2 നൃത്തരൂപങ്ങളും വളരെ ഗ്ലാമർ ഇനങ്ങളാണത്. SKN അറിയാവുന്നതാണ്. ഒരുപക്ഷെ മുൻപൊക്കെ ഈ കലോത്സവത്തിന്റെ ആദ്യ ദിനങ്ങളിലൊന്നും ഇത്തരത്തിൽ നൃത്തം ഒന്നും നടത്താറുണ്ടായിരുന്നില്ല. ഞാൻ വർഷങ്ങൾ മുന്നത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യത്തെ ദിവസം തന്നെ ഇത്തരം നൃത്ത ഇനങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വേദി 1-ലാണ്. വേദി 2-ൽ അതിനുശേഷം അവിടെ ഭരതനാട്യ മത്സരം ആരംഭിക്കും. പിന്നെ വേദി 4-ൽ ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് എന്നീ മത്സരങ്ങളുണ്ട്. മോണോ ആക്ട് ഉണ്ട് മറ്റ് വേദികളിൽ. അങ്ങനെ മറ്റ് മത്സരങ്ങൾ
പരിപാടികളെല്ലാം ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ആദ്യത്തെ ദിനത്തെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ആശാശരത്തും ഒപ്പം തന്നെ കൊല്ലത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അവതരിപ്പിക്കുന്ന സ്വാഗത ഗാനത്തിന് നൃത്താവിഷ്കാരം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കുറച്ച് സമയം മുൻപ് നമ്മൾ ആശാശരത്തിനോട് സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ഗാനത്തോടൊപ്പം നൃത്തം ചിട്ടപ്പെടുത്തിയ ബിജു ധ്വനിതരംഗുമായും സംസാരിച്ചിരുന്നു. അവരിരുവരും പറഞ്ഞ ഒരു സന്ദേശം, ഈ കലോത്സവ വേദിയിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്, പക്ഷേ പിന്നീട് ഇവരാരും ഈ കല തുടർന്ന് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഇനിയും അത് തുടർന്ന് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഡിജിറ്റൽ യുഗത്തിൽ ഏതൊരാൾക്കും അവരുടെ ആ കലാവാസന അത് പുറത്തെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ ഏറെ ആണ്. അതപ്പോൾ പ്രയോജനപ്പെടുത്തണം. ഒപ്പം തന്നെ ഇനിയും കൂടുതൽ കലാകാരന്മാർ രംഗത്തേക്ക് വരണം. ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലേക്ക് എത്താൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഇനിയും അവസരമുണ്ടാകും. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ഇത് എന്നാണ് ആശാശരത്തും ഒപ്പം തന്നെ ബിജു ധ്വനിതരംഗം പറഞ്ഞത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശാശരത്തും ഒപ്പം തന്നെ ഈ കൊല്ലത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരം വേദിയിൽ ഇപ്പോൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ കടക്കുക. അതിനുശേഷം ഈ നൃത്തം അവതരിപ്പിച്ച ആശാശരത്തിനെയും ഒപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായ മറ്റ് നിരവധി കലാകാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങുണ്ട്. ഈ ചടങ്ങെല്ലാം ഇനി നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ നൃത്താവിഷ്കാരം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ്. അതിൻ്റെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം വേദി നിറഞ്ഞ് ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ ഏറ്റവും സന്തോഷകരമായ കാര്യം. നമുക്ക് ആ നൃത്താവിഷ്കാരത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. എസ് കെ അത് ആരംഭിക്കുകയാണ്. കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിലേക്കാണ് ഇനി പോകുന്നത്. പ്രശസ്ത നർത്തകി ആശാ ശരത്താണ് മുഖ്യ അവതാരക. ഈ സ്വാഗതഗാനത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരികമായി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രധാന വേദിയിൽ ഉദ്ഘാടനം ചെയ്യുക. വലിയൊരു സദസ്സാണ് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ആരംഭത്തിൻ്റെ ഭാഗമായുള്ള സ്വാഗതഗാനം നിമിഷങ്ങൾക്കകം ആരംഭിക്കും. ഈ സ്വാഗതഗാനത്തിന് ശേഷമായിരിക്കും 14,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ കലോത്സവത്തിന് ഔപചാരികമായി മുഖ്യമന്ത്രി തിരിതെളുത്തുക. നമുക്കിപ്പോൾ സ്മിത ഹരിദാസ് കൂടി പ്രധാന വേദിയിൽ നിന്ന് ചേരുന്നു. സ്മിത, എന്താണ് ആശാശരത്തിൻ്റെ പരിപാടി ആരംഭിക്കാറായില്ലേ? എസ് കെ അല്പനിമിഷങ്ങൾക്ക് തന്നെ ആശാശരത്തും സംഘവും സ്വാഗത നൃത്താവിഷ്കാരം അതിപ്പോൾ തന്നെ തുടങ്ങും. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വിശിഷ്ടാതിഥികളെല്ലാവരും തന്നെ ഈ നൃത്താവിഷ്കാരം ആസ്വദിക്കാനായി താഴെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങുണ്ടാകുന്നത്.